എന്തെല്ലാം ചങ്ങായിമാരെ സുഖമല്ലേ? നമ്മൾ റൂമിൽ ഒരുത്ത നാട്ടിൽ പോന്നിട്ടാ. അപ്പോൾ അവൻ്റെ പെട്ടികെട്ടിലാണ്. കാരണം ഈ പ്രവാസ ലോകത്ത് 2 കൊല്ലം 2.5 കൊല്ലമൊക്കെ പണിയെടുത്തിട്ട് നാട്ടിൽ പോകുമ്പോൾ ഈ പെട്ടികെട്ടുന്നൊരു സുഖമുണ്ടല്ലേ, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ നാട്ടിൽ പോകുന്ന ആളുടെ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം, അതിലേറെ കൂടെ പണിയെടുക്കുന്നവർ അവനും ഈ പെട്ടി കെട്ടി കൊടുക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് അനുഭവിക്കണമെങ്കിൽ പ്രവാസ ലോകത്ത് വരണം. അത് വന്നാലേ അതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെയാണ്. അതിലേറെ ഇവരെ കാത്തിരിക്കുന്ന, പ്രവാസികളെ കാത്തിരിക്കുന്ന നാട്ടിൽ ഒരുപാട് പേരുണ്ട് കേട്ടാ. ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്. അവരൊക്കെ മക്കൾ വരുന്നു എന്നൊരു സന്തോഷത്തിലേറെ കാത്തിരിക്കുകയാണ് കേട്ടാ. പിന്നെ പറയേണ്ടത് എന്താണെന്നറിയാം, 2.5 വർഷമൊക്കെ വിട്ടുനിന്ന ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യയുടെ ഒരു സന്തോഷം എത്രമാത്രമായിരിക്കും കേട്ടോ. അതറിയണമെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു 2 വർഷം എവിടെയെങ്കിലും മാറി നിൽക്കണം. അപ്പോഴാണ് അതും ഒന്ന് മനസ്സിലാക്കാൻ പറ്റുക കേട്ടാ. അതിലേറെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ സാധനം ഇല്ല എന്നൊക്കെ എല്ലാവരും പറയും. നാട്ടിൽ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒന്നുമില്ല. പക്ഷേ കട്ടിൻ്റെ അടിയൊക്കെ വലിച്ചു നോക്കുമ്പോൾ 40 കിലോനാ ലഗേജ് എങ്കിൽ എല്ലാവരുടെ അടുത്തും 45 കിലോ ഉണ്ടാവും. പിന്നെ ഈ 5 കിലോ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ചില ആൾക്കാർ എയർപോർട്ടിൽ കൊണ്ടുപോകും, അവിടെ പൈസ കെട്ടിയിട്ട് പോകും. ചില ആൾക്കാർ എന്താക്കും, കാർഗോ വിടാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കും. എന്നിട്ട് ഇതൊക്കെ കൊണ്ടുപോയിട്ട് നാട്ടിലെത്തിയാലോ അവർക്ക് നമ്മളൊരു ഇതും ഉണ്ടാവില്ല, കിട്ടിയില്ല എന്നുള്ള പരാതി മാത്രമല്ല. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം.